പ്രിയപ്പെട്ട കൂട്ടുകാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെല്ലാമായിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹ അവരുടെ വേർപാടിന് ശേഷം തങ്ങൾ വിവാഹം ചെയ്ത മഹദിയാണ് സൗദ ബീവി റളിയല്ലാഹു അൻഹ. നമ്മളീ കാണുന്ന മദീനയിലെ ജന്നത്തുൽ ബഖീ ഖബർസ്ഥാനിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 9 ഭാര്യമാരും, അതായത് ഖദീജ റളിയല്ലാഹു അൻഹയും മൈമൂന ബീവി റളിയല്ലാഹു അൻഹയുമല്ലാത്ത ബാക്കി 9 പേരും അന്ത്യവിശ്രമം കൊള്ളുന്നത്. സൗദ ബിൻത് സംഅ റളിയല്ലാഹു അൻഹ കാഴ്ചക്ക് സുന്ദരിയൊന്നുമല്ലെങ്കിലും അവിടുത്തെ മനസ്സിന് വലിയ വിശാലതയും സൗന്ദര്യവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധനത്തിന്റെ ആദ്യകാലത്ത് തന്നെ മഹദി ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. ആദ്യകാലത്ത് മുസ്ലിമീങ്ങൾ അനുഭവിച്ച ത്യാഗങ്ങളൊക്കെ മഹദിയും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. മഹദിക്കുണ്ടായിരുന്ന ഒരേ ഒരു ആശ്വാസം പ്രിയ ഭർത്താവ് സക്കറാൻ എന്നവർ ഇസ്ലാമിൽ തനിക്ക് കൂട്ടുണ്ടെന്നത് മാത്രമായിരുന്നു. സൗദ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യാൻ തയ്യാറായ പിതൃവ്യപുത്രൻ കൂടിയായ സക്കറാൻ സൗദ റളിയല്ലാഹു അൻഹുവിനെ പോലെ തന്നെ നേരത്തെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ്. മക്കയിൽ നിന്നും ആദ്യം ഹിജ്റ പോയ സംഘത്തിൽ സൗദ റളിയല്ലാഹു അൻഹയും ഭർത്താവും ഉണ്ടായിരുന്നു. മുസ്ലിമായി സ്വസ്ഥതയോടെ ജീവിക്കാൻ വേണ്ടിയായിരുന്നു പലായനം ഹബശയിലേക്ക്. മക്കയിലെ ശത്രുവൈര്യത്തിന് കുറച്ച് ശമനമായെന്ന് കേട്ടപ്പോൾ തിരിച്ചു പോന്നു. വന്നയുടനെയാണ് അത് സംഭവിച്ചത്. സുഖദുഃഖങ്ങളിലെല്ലാം തനിക്ക് കൂട്ടായ ഭർത്താവ് ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു. അപ്രതീക്ഷിതമായ ആ മരണം സൗദ റളിയല്ലാഹു അൻഹയെ തളർത്തി. 6 കുട്ടികളെയും സൗദ റളിയല്ലാഹു അൻഹയെയും തനിച്ചാക്കിയ ആ വിയോഗം അവർക്ക് ഹൃദയഭേദകമായിരുന്നു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപത്നി ഖദീജ റളിയല്ലാഹു അൻഹ വിട പറഞ്ഞിട്ട് 3 വർഷം തികയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിൽ ആ വേർപാട് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തതായിരുന്നു. ഖദീജയ്ക്ക് പകരമാകാൻ ആർക്കുമാവില്ലെങ്കിലും ഒരു വീട്ടുകാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആവശ്യമാണെന്ന ചിന്ത സ്വഹാബികൾക്കെല്ലാവർക്കുമുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിവാഹത്തെക്കുറിച്ച് പറയാൻ എല്ലാവരും മടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മതിക്കുന്ന പക്ഷം മക്കയിലെ ഏതൊരു തരുണിയും അവിടുത്തെ ഭാര്യയാകാൻ സന്തോഷത്തോടെ സമ്മതിക്കുമെന്നത് തീർച്ചയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അത് പറയാൻ ആർക്കും ധൈര്യം വന്നില്ല. ഇങ്ങനെ മടിച്ചു നിന്നാൽ ഒരിക്കലും ശരിയല്ലെന്ന് തോന്നിയ പക്കമതിയും കുലീനയുമായ ഖൗല ബിൻത് ഹക്കീം എന്നവർ ആ മഹദി ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ചെന്ന് കാര്യം ബോധിപ്പിക്കാൻ തയ്യാറാവുകയാണ്. തുറന്നു ചോദിച്ചു, നബിയെ, അങ്ങേക്ക് ഒരു വിവാഹം കൂടി ചെയ്തുകൂടെ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മതം മൂളി. വിശാലമായ ചരിത്രമാണ്, ചുരുക്കി പറയാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൗദ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യാൻ തീരുമാനിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഉള്ളത് ഏതാനും അവിടുത്തെ പെൺമക്കളാണ്. അവരെ പരിചരിക്കാൻ പക്വതയുള്ള ഒരു ഉമ്മയാണ് ഇപ്പോൾ ആ വീട്ടിൽ ആവശ്യം. അതിന് എല്ലാ നിലക്കും ഉതകുന്നത് മഹദിയായ സൗദ റളിയല്ലാഹു അൻഹ തന്നെയാണ്. ഖൗല എന്നവർ സൗദ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ കാര്യം വിവാഹാലോചന സന്തോഷത്തോടുകൂടി അറിയിച്ചു. സൗദ, എന്തൊരു പുണ്യമാണ് നിങ്ങൾക്ക് അല്ലാഹു നൽകാൻ പോകുന്നതെന്നറിയാമോ? നിങ്ങളെ വിവാഹം ആലോചിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയച്ചതാണ് എന്നെ എന്ന് പറഞ്ഞു. ആഹ്ലാദത്താൽ എന്തു പറയണമെന്നറിയാതെ നിന്നുപോയി സൗദ റളിയല്ലാഹു അൻഹ. യാതൊരു ഗതിയുമില്ലാതെ കഴിയുകയാണ് അവർ. 5-6 കുട്ടികളും യുവത്വവും. സൗന്ദര്യമില്ലാത്ത തനിക്ക് ഇനിയൊരു വിവാഹം മോഹിക്കാൻ പോലും അവകാശമില്ല. എന്നിട്ടും ഇതാ തനിക്ക് വിവാഹമാലോചന, അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന്. ആകാശത്തു നിന്ന് ചന്ദ്രൻ തന്റെ ദേഹത്ത് വന്ന് വീഴുന്നതായി മുമ്പൊരു സ്വപ്നം കണ്ടത് മഹദി ഓർത്തു. പൂർണ്ണചന്ദ്രനായ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റേതാവുന്നതിന്റെ സൂചനയായിരുന്നു ആ സ്വപ്നമെന്ന് ഇപ്പോൾ മനസ്സിലായി. പിതാവിനോട് നിങ്ങൾ കാര്യമറിയിക്കൂ എന്ന് പറഞ്ഞ് ആഹ്ലാദത്തോടെ ഖൗലയെ മഹദി യാത്രയാക്കി. വൃദ്ധനായ സംഅത്തിന്റെ അടുത്തെത്തിയ ഖൗല ബീവി റളിയല്ലാഹു അൻഹ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനും സന്തോഷമാണ് ഉണ്ടായത്. കൊള്ളാം, സൗദ എന്തു പറഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ ഖൗല റളിയല്ലാഹു അൻഹ പറഞ്ഞു, അവർക്കിഷ്ടമാണ്, എന്നാൽ അവരോടൊന്ന് വരാൻ പറയൂ എന്ന് പിതാവ് പറഞ്ഞു. അങ്ങനെ സൗദ റളിയല്ലാഹു അൻഹ പിതാവിന്റെ അടുത്തെത്തി. സൗദ, ഇവർ പറയുന്നത് കേട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്നെ വിവാഹം അന്വേഷിക്കുന്നു എന്ന്. അത് നന്നായിരിക്കും, നിനക്കിഷ്ടമാണോ? അതെ എന്ന് സൗദ റളിയല്ലാഹു അൻഹ സമ്മതം മൂളി. പിന്നെ താമസമുണ്ടായില്ല, ആ വിവാഹം നടന്നു. കേട്ടവർക്കൊക്കെയും അതൊരു അത്ഭുത വാർത്തയായിരുന്നു. പ്രായമേറെയുള്ള സൗന്ദര്യമൊട്ടുമില്ലാത്ത സൗദയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം ചെയ്യുകയോ? മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ കുലീനയും സമ്പത്തും സൗന്ദര്യവുമുള്ള മഹദിയായിരുന്നു. ഖുറൈശി പ്രമാണിമാർ പലരും വിവാഹമാലോചിച്ചതുമാണ് അവരെ. അത് പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് വിധിച്ചത്. എന്നാൽ സൗദ ആകർഷണീയതയൊന്നുമില്ലാത്തവർ. എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തേ? പക്ഷേ ആ വിധവക്കും കുഞ്ഞുങ്ങൾക്കും ഒരു താങ്ങാവുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് മനസ്സിലാക്കിയവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹാമനസ്കതയെ വാഴ്ത്തി. സൗദ റളിയല്ലാഹു അൻഹ നബി ഭവനത്തിലെ വീട്ടുകാരിയായി. അഗതിയായ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാമായി. ഖദീജ റളിയല്ലാഹു അൻഹ എന്ന ഉമ്മാക്ക് പകരമാവില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പെൺമക്കൾക്കും അതൊരാശ്വാസമായി.
ഉണ്ടായി. സൗദ റളിയല്ലാഹു അൻഹയാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ കണ്ടറിഞ്ഞ് ഉത്തമ ഭാര്യയായി വർത്തിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്തോഷിപ്പിക്കാൻ ഉതകുന്ന ഒരു അവസരം അവർ പാഴാക്കിയില്ല. വാക്കും പ്രവൃത്തിയുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടം മാത്രം ലക്ഷ്യമാക്കി. തടിച്ച ശരീരമുള്ള സൗദ റളിയല്ലാഹു അൻഹ കുലുങ്ങി നടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിരിക്കുമായിരുന്നു. ആ ചിരി പോലും സൗദയെ സന്തോഷിപ്പിച്ചു. പലപ്പോഴും അവരുടെ വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചിരിപ്പിച്ചു. ഇന്നലെ രാത്രി അങ്ങ് നിസ്കരിച്ചപ്പോൾ ഞാനും പിന്നിൽ നിന്ന് നിസ്കരിച്ചു നബിയെ. റുക്കുവിൽ നിന്നപ്പോൾ മൂക്കിലൂടെ ചോര വരുമോ എന്ന് പേടിച്ച് ഞാൻ മൂക്ക് പൊത്തിപ്പിടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റുക്കുവിന്റെ ദൈർഘ്യത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ള സൗദ റളിയല്ലാഹു അൻഹയുടെ വാക്കുകൾ കേട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിരിച്ചു. അധികം വൈകാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് ഹിജറ പോവുകയാണ്. പിന്നീട് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് ഹിജറ പോയപ്പോൾ താമസിയാതെ സൗദ റളിയല്ലാഹു അൻഹ മദീനയിലെത്തി. മഹദിയായ സൗദ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിവാഹം ആലോചിച്ച സമയത്ത് തന്നെ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയെയും വിവാഹം ആലോചിച്ചിരുന്നു. എന്നാൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അന്ന് ചെറുപ്രായമായതുകൊണ്ട് തന്നെ വിവാഹം ചെയ്യാനും പിന്നീട് പെട്ടെന്ന് തന്നെ കൂട്ടിക്കൊണ്ടുവരാനും സാധിച്ചില്ല. ഏതായാലും പിന്നീട് വിവാഹം ചെയ്യുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സൗദ റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള ദാമ്പത്യ ജീവിതം 3 വർഷം പിന്നിട്ടതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയെ കൂട്ടിക്കൊണ്ടുവരാൻ തീരുമാനിക്കുകയാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊത്ത് ജീവിക്കാൻ ഒരാൾ കൂടി ഉണ്ടാകുമെന്ന് മഹദി മനസ്സിലാക്കി. ആയിഷ റളിയല്ലാഹു അൻഹ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണല്ലോ. ഏതൊരു ഭാര്യയ്ക്കും അലോസരമായിരിക്കും മറ്റൊരുത്തിയുടെ വരവ്. പക്ഷേ വിശാല മനസ്കയായ സൗദ റളിയല്ലാഹു അൻഹയ്ക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. ആയിഷ റളിയല്ലാഹു അൻഹയെ അവർ ആഹ്ലാദപൂർവ്വം സ്വീകരിച്ചു. സ്വന്തം മകളെപ്പോലെ ആയിഷ റളിയല്ലാഹു അൻഹയെ സ്നേഹിക്കാൻ സൗദ റളിയല്ലാഹു അൻഹയ്ക്ക് കഴിഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഏതൊരു കാര്യം കണ്ടറിഞ്ഞ് നിർവഹിച്ചു കൊടുക്കുന്നതായിരുന്നു മഹദിയുടെ പതിവ്. അസുഖമായപ്പോൾ ഉറക്കമൊഴിച്ച് പരിചരിച്ചു. സ്വന്തം മകളെപ്പോലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ പിന്നീട് വെവ്വേറെ വീടുകളിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാര്യമാർ വേറെയും കടന്നു വന്നു. അവരോടും സൗദ റളിയല്ലാഹു അൻഹ സ്നേഹത്തോടെ പെരുമാറി. എങ്കിലും ആയിഷ റളിയല്ലാഹു അൻഹയോടുള്ള സ്നേഹവാത്സല്യം പ്രത്യേകമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അങ്ങനെയായിരുന്നല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ പറയുന്നുണ്ട്, സൗദ ബീവിയോടൊപ്പം ഒരേ വീട്ടിൽ താമസിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ് എന്ന്. മഹദിയായ സൗദ റളിയല്ലാഹു അൻഹയുടെ ഹൃദയ സൗന്ദര്യത്തിന് ലഭിച്ച അംഗീകാരം തന്നെയാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഈ വാക്കുകൾ. മഹദി അവർകൾ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നുണ്ട്, നബിയെ, എന്റെ ഊഴം, അതായത് എന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിയേണ്ട ദിവസം ഞാൻ ആയിഷയ്ക്ക് വിട്ടുകൊടുക്കാമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മതിക്കുകയും ചെയ്തു. അവർക്ക് സന്തോഷമായി. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയാണ് എന്ന ചിന്തയോടെ അവർ വളരെ സൂക്ഷ്മതയോടെ വീട്ടിൽ തന്നെ കഴിഞ്ഞു. ഹജ്ജിന് പോലും പിന്നീട് അവർ പോയില്ല. ഞാൻ നിർബന്ധമുള്ള ഒരു ഹജ്ജ് ചെയ്തിട്ടുണ്ടല്ലോ, ഇനി അള്ളാഹു കൽപ്പിച്ച പോലെ വീട്ടിൽ അടങ്ങി ഒതുങ്ങി കഴിയും. ഇതായിരുന്നു സൗദ റളിയല്ലാഹു അൻഹയുടെ നിലപാട്. അവർ അതുതന്നെ ചെയ്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിന്റെ അവസാന കാലത്ത് അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു.